ഇതായിട്ട് നമ്മളെ കല്യാണ വീട്. നമ്മളെ വീട് നേരെ അപ്പുറത്താട്ടാ ആ കാണണേ. ആരാ പെങ്ങള് പ്രഗ്നന്റ് ആണോ വെച്ചിന്? ആ മക്കള് കൂട്ടടി. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. ഒരുത്തന്നെ എത്തിയപ്പാളി നോക്കണേ. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ ഷെബോ കടിച്ചണേടി, ഞാൻ കടിച്ചണേ ഷെബോ, ഞാൻ കടിച്ചണേ. ആദ്യമായിട്ട് ബൈക്കുമ്പോ കയറി, ആദ്യമായിട്ടാണ് ബൈക്കുമ്പോ കയറണല്ലേ അടി, ആദ്യമായിട്ട് ബൈക്കുമ്പോ കയറണത് അതാണ് കടിച്ചത്, ഞാൻ കടിച്ചത്. അപ്പൊ ഞങ്ങള് എന്താ ഷെബോ, ഞങ്ങള് യാത്ര പറച്ചിലാണ്. ഞങ്ങള് നാളെ അല്ല മറ്റന്നാളെ ഷെബോ, നാളെയാണ് പോണത്. അപ്പൊ ഇൻഷാ അല്ലാ, അപ്പൊ അതൊക്കെയാണ് പ്ലാന്. അടി ഇപ്പൊ ഞാൻ പരിക്കെടുക്കണ്ട ഷെബോ, ബൈക്ക് ഇപ്പൊ ഫസ്റ്റ് ആയിട്ടൊക്കെ കയറണത്. കാറുകൊണ്ട് ഇമ്മിപ്പിയും പോയിക്കാണ്, ഓല് പെങ്ങളെ വീട്ടിൽ പോയിക്കാണ്, വലിയ പെങ്ങളെ വീട്ടിൽ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ നമ്മളെ വല്യപ്പാൻ്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ നമ്മളെ വല്യപ്പാൻ്റെ ചെക്കൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് ഞങ്ങൾക്ക് എന്തായാലും കൂടാൻ പറ്റില്ലല്ലോ ഷെബോ. അപ്പോൾ കല്യാണ വീടൊന്ന് വിസിറ്റ് ചെയ്യണം, പിന്നെ എളാപ്പാനോടൊക്കെ ഒന്ന് പോയി യാത്ര പറയണം. അതൊക്കെ തന്നെ ഇന്ന് പരിപാടിയില്ല ഷെബോ, വണ്ടി കൂടാനാണ്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ. യെസ്, അതാ നമ്മളെ കല്യാണ വീട്ടിലെത്തി. മറ്റോനെ ബൈക്കുമ്പോൾ കയറിയിട്ട് ഒരൊച്ചയും കൂടി ഒന്നുമില്ലല്ലോ ഷെബോ. ബൈക്കുമ്പോൾ നോക്കണൊക്കെ എന്നിട്ട് പൂന്തോ. ഇപ്പോൾ ഇതാട്ടോ നമ്മളെ കല്യാണ വീട്. നമ്മളെ വീട് നേരെ അപ്പുറത്താട്ടാ ആ കാണണേ. യെസ്, കല്യാണ വീട് ഇപ്പോൾ റിനോവേഷൻ ചെയ്തിട്ടുള്ളൂ. പെയിൻറ്റിങ് അടിയിലാന്ന് തോന്നുന്നുണ്ട്. യെസ്, വൃത്തിയാക്കിയിട്ടില്ലല്ലേ, പെയിൻറ്റിങ്ങിലാണ്. ഓ ആടി, എവിടെയാ ഇപ്പോൾ ബെഡ്റൂമോ എൻ്റെ ഒക്കെ അടിപൊളിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതടി എൻ്റെ ബെഡ്റൂം. ആ സീലിംഗ് ഒക്കെ ചെയ്ത് എന്നാണ് എൻ്റെ ബെഡ്റൂം സെറ്റാക്കിയത്. അടിപൊളിയല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിലമ്പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അല്ലേ. പെരപ്പണി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, എന്നാലും മിറ്റം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ കല്യാണ പന്തലും മിറ്റത്തിടുമ്പേ നമുക്കൊരു ഭയങ്കര സന്തോഷമാക്കാറ് അല്ലേ. 2-3 ദിവസമൊക്കെ കുറച്ച് കുട്ടികളും മക്കളൊക്കെ വേണം. ഞങ്ങൾക്ക് കല്യാണത്തിന് കൂടാൻ പറ്റൂലേ, കാരണം ഞങ്ങൾക്ക് ആദ്യമേ ലീവ് എടുത്തല്ലേ പോന്നിക്കണേ. ഈ ബൈക്ക് വെച്ച് ഇമ്മീറ്റും +1 +2 വാങ്ങി തന്ന കേട്ടോ. അത് ഇത്ര കൊല്ലം പഴക്കണ്ട അറിയോ, അതുവരെ വിറ്റിട്ടില്ല. കുറേ വിൽക്കാൻ നോക്കി ഇനിപ്പിട്ടു, പക്ഷെ ഞാൻ അയച്ചില്ല. കയ്യിലേ പോവാ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷെബോർക്കടി കട്ടാപ്പ, അതായത് എളാപ്പാന്റെ വീട്ടിക്ക്. ബാഹുബലിത്തെ കട്ടപ്പല്ല കേട്ടോ, ബാഹുബലിത്തെ കട്ടാപ്പല്ല, ഞങ്ങളെ കട്ടാപ്പ, അതായത് എളാപ്പാനോട് പോയി യാത്ര പറയണം. പോയിക്കണ എല്ലായിടത്തും ഇനി നാളെ അങ്ങ് പോവല്ല. അപ്പൊ ഇനി നാളെ നടക്കൂലല്ലോ ഷെബോ. നാളെ രാവിലെ മുതൽ പരിപാടി തന്നെ കയറാം. അപ്പോൾ ഇന്ന് യാത്ര പറച്ചില്ലാണ്. സുട്ട
വരൂല ചായ വേണ്ട. ഇരുന്ന് നോക്കാണ്. ഇപ്പൊ കിട്ടും കയറി കുത്തിരിക്കണ്ടാപ്പാ. ഇപ്പൊ തരും കയറി കുറച്ച്, പക്ഷെ കൊറച്ച് നേരം ഇപ്പൊ കിട്ടും കഴുതി കുത്തിരിക്കണ്. ഇങ്ങനെ പൊട്ടി തരുമോ? അപ്പൊ അതാ അവിടുന്ന് ഇറങ്ങി ഇനി എവിടുത്തെ ഇനി അടുത്ത വാപ്പാപ്പ. ഇത് ഒരാളാപ്പാരെ പേരാട്ടോ, വാപ്പാപ്പ കട്ടാപ്പ. അങ്ങനെ രണ്ടാളാപ്പാര അച്ചില്ല. ഒരാളാപ്പ കഴിഞ്ഞു, ഏറ്റവും ചെറിയ ആളാപ്പ. ഇനിയിപ്പോ പോണത് നമ്മള് രണ്ടാമത്തെ ആളാപ്പാനെ എടുത്തിട്ട് അവിടെയാണ് വെല്ലുമല്ലത്. ഞാൻ അവിടെ പോയിട്ട് യാത്ര പറഞ്ഞിട്ട് വേണം പോരാൻ. എന്നിട്ട് ഇപ്പോ ഇത് വെള്ളിയാഴ്ച കേട്ടോ ഇത് വാതിരിക്കണേ. ഓ സീണിച്ചിക്കാണ് മമ്മ, സീണിച്ചിക്കാണ്. കടക്കണ ഓ ആ പനേരിന് പുടിമല്ലാണ്. കിട്ടിയില്ലേ? പാപ്പ ഒന്നും തന്നില്ലേ? ഒച്ചയും കേട്ടാതെ നീച്ചേരുന്നില്ല. അപ്പൊ ഇതാ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ എത്തിട്ടോ. അപ്പൊ ചവിട്ടണൊക്കെ കഴിഞ്ഞേ ഉറക്കേന് വണ്ടിയുടെ ബാക്ക് കടന്നുറങ്ങിയ കേട്ടോ. ഒരുത്തം എങ്ങനെയുണ്ട് ഷിപ്പ് ബൈക്ക് യാത്ര? കുറേ വർഷത്തിന് ശേഷം ശരിക്കും നമ്മള് കുട്ടികളുടെ കൊറോണ ടൈമിൽ നമ്മൾ ഫുള്ള് ബൈക്കുമ്പോ തന്നെ ഇങ്ങനെ ഉള്ളിൽ കൂടി കറങ്ങാനില്ലേ, തൃശ്ശൂർ വരെ. ഷെബുവിന് ബൈക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ ഈ കുട്ടികളുണ്ടാവുമ്പോൾ നമുക്ക് നടക്കൂല. ഇപ്പൊ തന്നെ നമ്മളെ ഈ അടുത്ത് കട പോയിക്കണ 1 കിലോമീറ്റർ 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മൾ പോയിക്കണത്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോയത്. അപ്പോൾ ഓക്കെ, ഇനി അതിലും ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി എന്നിട്ട് ഷെബ് എന്താ പരിപാടി? നമുക്ക് നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അവിടെ ഞങ്ങൾ വന്നിട്ട് പോയിട്ടില്ല, അവിടെയെങ്കിലും പോയിട്ട് വേണം പരിപാടി. പിന്നെ ഷെബുവിന് പിന്നെന്താ സന്തോഷ് ബേക്കറിത്തെ പപ്സും ചായ അല്ലേ? സന്തോഷ് ബേക്കറിത്തെ പപ്സും ചായ, ബട്ടർ ബ്രെഡ് അല്ലേ? അതും ട്രൈ ചെയ്യണം. എല്ലാം ട്രൈയിങ് ആണ് പോണതിന് മുന്നേ. അപ്പോൾ ഓക്കെ. അപ്പോൾ അല്ല ഗൈസ്, പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഞങ്ങൾ നമ്മളെ കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയാണ്ട് ഉമ്മാനും ഉപ്പാനും വെയിറ്റ് ചെയ്ത് നിൽക്കുക. രാവിലെ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് പോയോല് ഇപ്പം 4 മണിയായില്ല. ഷെബു ഇപ്പോൾ എത്തിയിട്ടില്ല. ഇഞ്ച സന്തോഷ് ബേക്കറിത്തെ പപ്സും ചായ. അപ്പോൾ അത് കഴിഞ്ഞ് കുടിച്ചിട്ട് വേണം കസിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ സന്തോഷ് ബേക്കറിൽ പോയിട്ട് പപ്സും ചായയും കുടിക്കും. അതൊരു വികാരമാണല്ലേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചൂട് പപ്സ് അതെന്താ വെച്ചാൽ 5 മണി 6 മണി ആകുമ്പോൾ പെട്ടെന്ന് കഴിയും, അത്രയും തിരക്കാണ് അവിടെ. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം കസിൻ്റെ വീട്ടിൽ പോകാൻ. അവിടെയും പോയി യാത്ര പറഞ്ഞിട്ട് വേണം പോരാൻ. മണിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. ഷെബൊക്കെ മാറ്റി ഇത് റെഡി ആയിക്കണുണ്ട്, ആദ്യം റെഡി ആയിക്കണ്, മറ്റേതാക്കണ്. അഡാ ഡാ അപ്പോൾ എടുത്ത കുട്ടിയെ ആക്കണ്, ആ കുട്ടി ആക്കണ്. ഈ പണിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അങ്ങനെ ഓടി ഓടി മറ്റേ പേടിച്ച് ഓടി. എടീ പിടിച്ചാ പേടിച്ച് അല്ലാ പേടിച്ച് ഉമ്മ പേടിച്ചത് പേടിച്ച് അല്ല. ഇവിടെ തിരക്കാക്കണം മനമാടിയിരിക്കാം. നിങ്ങൾ എപ്പോ വരാറ് പോയതമ്മ? നിങ്ങൾ പോരിനൊരിക്കലും നിങ്ങൾ ഇപ്പൊ ഇവിടെ അടിച്ചാൻ കയറാൻ കൊടുക്കേണ്ട ആവശ്യം എന്താ? മറ്റോന് വാവനോട് ഇറങ്ങാൻ പറ. പോര് വാ പോരടി പോവാ. ഇതെന്ത് തമ്മ? എവിടുന്നാണ് ഇതാകണ? കരിവേപ്പിന്റെ കച്ചവടം കേട്ടോ. ഇത് എങ്ങോട്ടാണ് നോക്കി? കരിവേപ്പിന്റെ ഒരു ലോഡ് കരിവേപ്പിന്റെ ഓട് നിങ്ങളാക്കണ്.
എന്നാ വരുമ്പോ വാങ്ങിക്കൊണ്ടാ. അപ്പൊ ദാ നമ്മള് മേലാറ്റിലെത്തി, നമ്മളെ സ്വന്തം സന്തോഷ് ബേക്കറിയിൽ. വാ, എങ്ങോട്ടാണ് പോണ നിങ്ങള്? ഇവിടെ വർത്താന സമ്മേളനം നടത്താ. പോരി സന്തോഷ് ബേക്കറി അടങ്ങി. പപ്സ് ഉള്ളി കൊടുത്തോ? ബഫാന്റെ ലൈമ്, പപ്സും ചായയും ഇതാ ഫേവറേറ്റ് ആണ്. അപ്പൊ ഷെബുവിൻ്റെ കഴിക്കണ്. ഇവള് ഫസ്റ്റാ. ബഫ എന്തടി അടിപൊളി. ഞങ്ങള് പപ്സും ചായ കുടിച്ച് ഇറങ്ങിട്ടോ. ബഫ എങ്ങനെയുണ്ട് ഞങ്ങളെ പപ്സ്? ഇത് ഫസ്റ്റ് അല്ലേ? ഫസ്റ്റാ. പപ്സേ ഞാൻ മണ്ടി ചെന്ന് പപ്സൊക്കെ അടിച്ചേക്കുണ്ട്. തൊള്ളനുള്ളിൽ കുടുങ്ങി. നല്ല ചൂടാണ്. അതായത് ഫ്രഷ് പപ്സ് ആട്ടോ, നല്ല ചൂട് പപ്സ്. പഫാൻ പറ്റിയില്ലടി? ഓള് ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഷെബു എത്ര കഴിച്ചിട്ട് വെച്ചോക്കാം. ഷെബു ഞങ്ങള് മേലാറ്റിട്ട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞങ്ങള് പപ്സും ചായയും കുടിച്ചിന്. പക്ഷെ ആ ചൂടും ആ ഫ്രഷ്നെസ്സും ആണ്. ഞങ്ങള് മൗരിസേ ഇതേമാതിരി പപ്സിന് പൂജയായിട്ട് ചാവക്കാട് നിന്ന് വന്നപ്പോ ഒരു ഹോട്ടലിൽ കൂൾബാർ കണ്ടേക്ക്, പപ്സ് ചില്ലിക്ക് കൂട്ട് കണ്ടേക്ക് കേറി. പാട്ടച്ചോനെ പപ്സ് ആണ് കടിച്ചേക്കണ്ടേ, എറിയ തണുത്തിട്ടേ ഇല്ല. ഓ ആ പപ്സ് എന്ന് പറഞ്ഞപ്പോ ഇപ്പോൾ വെള്ളം ഉറിഞ്ഞ തൊള്ളിയിലിട്ടോ. അപ്പൊ നമ്മള് സന്തോഷ് ബേക്കറി പപ്സ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുണ്ടോ, ഇല്ലെങ്കിൽ മേലാറ്റിൽ കൂടി പോവാണെങ്കിൽ സന്തോഷ് ബേക്കറി കയറുകൊണ്ടു. അപ്പൊ ഏതായാലും നമ്മളിപ്പോ നമ്മളെ അമ്മായിന്റെ വീട്ടിലേക്കാണ് പോണത്. നമ്മളിപ്പോ ഉദ്ഘാടനത്തിന് പോയില്ല, ആ ഉദ്ഘാടനം കഴിഞ്ഞ ആ കുട്ടിന്റെ വീട്ടിലേക്ക്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ഇവന്റെ സൗണ്ട് കൊണ്ടാ മനസ്സിൽ കുടിക്കുമ്പോ. അപ്പൊ ഓക്കെ, വണ്ടിയല്ലേ ജോ? ഞങ്ങള് നാളെ രാത്രി വന്നില്ല അമ്മ? ഇല്ല. ഇപ്പതാ ഞങ്ങൾ അമ്മായിന്റെ വീട്ടിലെത്തിട്ടോ. അമ്മായിക്ക് പിന്നെ ചെടിന്റെ ചെറിയൊരു അസ്കതി ഉണ്ട്, ചെടി പിരാന്തുണ്ട് കണ്ടോ. ഇത് വൃത്തിയില്ല ശരി നോക്ക. ഇറങ്ങണില്ലാടി? ഇതെന്താ ഇതൊക്കെ ചെയറൊക്കെ പുറത്ത് കിട്ടിക്കണേ. അല്ല ബലല്ലൊക്കെ ഇവിടെ ഇവിടെ വെല്ലടിച്ചിട്ട് കാര്യമില്ല, ബാക്കിലാക്കരം. ആരുമില്ല എന്ന് തോന്നുന്നു, നമ്മൾ മാത്രമാണ്. ഞാൻ വിളിച്ചീന് വന്നു തരീന് മുന്നേ ബെല്ലടിച്ച്. ഞങ്ങൾ തന്നെയാണ്. ഇവിടുത്തോലെ എവിടെ എവിടെ പുതിയണ്ണും കുട്ടി എവിടുക്കാ? എവിടുക്കാണ് സുന്ദരി പെണ്ണ്? ഓ ആശിക്കുട്ടിയെ പരീക്ഷടാ. വാവ നോക്കട്ടെ. നമ്മളിപ്പോ പോലെ ഡ്രസ് കട ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നില്ലേ? വേഗം പോയി വാ. അമ്മായി ഇവിടെ അല്ല, അമ്മായി തറവാട്ട് പോയിക്കണം. അമ്മായിനെ കൊണ്ടുവരാൻ പോവാൻ പോവാട്ടോ. നമ്മളെ അമ്മായിൻ്റെ ഇറക്കനാണ്. ആ കല്ല് തൊള്ളിൽ കിട്ടും. വാ. അപ്പൊ ഓക്കെ, ഇവിടെ ഇവിടെ കിളി കൂടിക്കണോ? കിളി 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 ആക്കണ്. അതിന് അളക്കണ്ട, ആകണേ കിളിക്കൂടാണ് ഇതില്. കുരുവിയാക്കല്ലേ, ചെറിയ കൂടാണ്. എണ്ണ കൊട്ടണോ? ആരാ പെങ്ങള് പ്രഗ്നന്റ് ആണോ വെച്ചിന്? ദാ ഓള് പ്രഗ്നന്റ് ആണ്. അമ്മായിന്റെ വന്നിട്ട് നല്ല പുളി എന്താ പുളിക്കറി, നല്ല പുളിക്കറി, പുളിഞ്ചാറ്, വത്തളും വായക്കപ്പേരി. എങ്ങനെയാടി എനക്ക് പള്ളയാടായിരിക്ക തേങ്ങ കറി. ശരി, എങ്ങനെ കറി ആക്കണേ? ഇവൻ ഇവിടെ ഇരുന്ന് കൊതിപ്പിച്ചിക്കാണേ, ഇവിടെ ഇരുന്ന് കൊതിപ്പിച്ചിക്കാണേ.
അങ്ങനെ മറ്റൊന്നെ അതിന്റെ അടിയിൽ കൂടി ചേരലും തിന്നുന്നുണ്ട്. അടുത്ത കയറ്റി ഷെബു, അടുത്ത കയറ്റി, വലുത് വലുത് കയറ്റി. ആ വത്തള് കൂട്ടടി. രണ്ട് വത്തള് കടന്നു തരുമോ? രണ്ടെണ്ണം അലച്ച മാലച്ച. ഇവിടെ എങ്ങനെ പള്ള പറയാ പെട്ടി.